സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇടതുമുന്നണി. മഞ്ചേശ്വരത്ത് കെ.ആർ. ജയാനന്ദയും ഉദുമയിൽ സി.എച്ച്. കുഞ്ഞമ്പുവും തൃക്കരിപ്പൂരിൽ വി.പി. മുസ്തഫയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചു. കാഞ്ഞങ്ങാട് സി.പി.ഐ സ്ഥാനാർത്ഥി ഗോവിന്ദൻ പള്ളിക്കാപ്പിലിന്റെ പ്രചരണത്തിനും തുടക്കമായി. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി ഇടതുമുന്നണി. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരത്ത് കെ.ആർ. ജയാനന്ദയും ഉദുമയിൽ സി.എച്ച്. കുഞ്ഞമ്പുവും തൃക്കരിപ്പൂരിൽ വി.പി. മുസ്തഫയുമാണ് ഇടതുമുന്നണിക്ക് വേണ്ടി ജനവിധി തേടുന്നത്. തിങ്കളാഴ്ച രാവിലെ മുതൽ തന്നെ CPMന്റെ ഈ 3 സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി. വീടുകളിൽ ഉൾപ്പെടെ എത്തി സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥന നടത്തി. BJP നേതാവ് കെ. സുരേന്ദ്രൻ മത്സരിക്കുവാനെത്തിയതോടെ ജില്ലയിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി മഞ്ചേശ്വരം മാറിയിരുന്നു. ഇത്തവണ മഞ്ചേശ്വരത്ത് ഷാനവാസ് പാദൂരിൻ്റെ പേര് നേരത്തെ പരിഗണിച്ചിരുന്നു. ഒടുവിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ കെ.ആർ. ജയാനന്ദയെ മത്സരിപ്പിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. ഷാനവാസിനെ മത്സരിപ്പിച്ചാൽ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുവാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തൽ കൂടി കണക്കിലെടുത്താണ് ജയാനന്ദയെ തീരുമാനിച്ചത്. ഉദുമയിൽ സി.എച്ച്. കുഞ്ഞമ്പുവിന് ഇത് 2ാം ഊഴമാണ്. 2006-ൽ മഞ്ചേശ്വരത്തും 2021-ൽ ഉദുമയിലും നേടിയ ഉജ്ജ്വല വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തിലാണ് സി.എച്ച്. കുഞ്ഞമ്പു ജനവിധി തേടുന്നത്. ഉദുമ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം. തൃക്കരിപ്പൂരിലെ MLA-ആയ M. രാജഗോപാലാണ് CPM ജില്ലാ സെക്രട്ടറി. അതിനാലാണ് പകരം വി.പി. മുസ്തഫയെ മത്സരിപ്പിക്കുവാൻ തീരുമാനിച്ചത്. ജില്ലാ നേതൃത്വത്തിൻ്റെ ശുപാർശയ്ക്ക് സംസ്ഥാന നേതൃത്വം അന്തിമ അംഗീകാരം നൽകുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം വന്നതോടെ വി.പി. മുസ്തഫ മണ്ഡലത്തിൽ പ്രചരണവുമായി സജീവമായി. ജില്ലയിലെ CPI സീറ്റായ കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ഗോവിന്ദൻ പള്ളിക്കാപ്പിലാണ് ജനവിധി തേടുന്നത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മണ്ഡലത്തിൽ സജീവമാണ്. ഇനി ഇടതുമുന്നണിക്ക് INLന്റെ സീറ്റായ കാസർഗോഡ് മണ്ഡലത്തിൽ മാത്രമാണ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ധാരണയാകുവാനുള്ളത്. വിജയമാണ് ലക്ഷ്യമെന്നും അതിനാൽ തന്നെ പൊതു സ്വതന്ത്രനെ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ള സൂചനകൾ INL ജില്ലാ നേതൃത്വം നൽകിയിരുന്നു. അങ്ങനെയായാൽ കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റായിരുന്ന ഷാനവാസ് പാദൂർ സ്ഥാനാർത്ഥിയായി വരുവാനാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഷാനവാസ് പാദൂർ പ്രതികരണം നടത്തിയിട്ടില്ലാത്തതിനാൽ മറ്റാരെങ്കിലും സ്ഥാനാർത്ഥിയായി വന്നാലും അതിശയപ്പെടാനില്ല. കുറച്ച് ദിവസങ്ങൾ മാത്രമേ തിരഞ്ഞെടുപ്പിനുള്ളൂ എന്നത് മുന്നണികളുടെ ഹൃദയമിടിപ്പിന്റെ വേഗത കൂട്ടുന്നതാണ്. അതിനാൽ തന്നെ വളരെ വേഗത്തിൽ തന്നെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുവാനായിരിക്കും സ്ഥാനാർത്ഥികൾ ശ്രമിക്കുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.